സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മഞ്ചേശ്വരം വോർക്കാടിയിൽ പ്ലൈവുഡ് ഫാക്ടറിയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ വൻ നാശനഷ്ടം. കോടിക്കണക്കിന് രൂപയുടെ വസ്തുക്കൾ കത്തി നശിച്ചതായാണ് വിവരം. മാങ്ങാട്ടുപറമ്പ് സായുധ പോലീസ് ബറ്റാലിയനിലെ സിവിൽ പോലീസ് ഓഫീസർ കരിവെള്ളൂർ പലിയേരിക്കോവിലിലെ പി ദിവ്യശ്രീക്ക് കണ്ണീരോടെ വിട നൽകി സഹപ്രവർത്തകർ. കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവ നഗരി മാലിന്യമുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പച്ചോലക്കൊട്ടകൾ മെടഞ്ഞു നൽകി കുടുംബശ്രീ പ്രവർത്തകർ. കുപ്രസിദ്ധ മോഷ്ടാവ് മുഹമ്മദ് അഷ്റഫ് പിടിയിലായതോടെ മഞ്ചേശ്വരത്തെ നിരവധി കവർച്ചാ കേസുകളുടെ ചുരുളഴിയുന്നു. കർണാടകയിലും നിരവധി മോഷണ കേസുകളിലെ പിടികിട്ട പുള്ളിയാണ് അഷ്റഫ്. ഭിന്നശേഷി മേഖലയിലെ മികച്ച പ്രവർത്തനത്തിന് കാസർഗോഡ് ജില്ലാ ഭരണ സംവിധാനത്തിന് പുരസ്കാരം. എൻഡോസൾഫാൻ ദുരിതബാധിത മേഖലയിൽ ഉൾപ്പെടെ നടപ്പിലാക്കിയ വിവിധ പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം. കാഞ്ഞിരപ്പൊയിലിൽ ചരിത്രാതീത കാലത്തിലെ പാദമുദ്രകളും മനുഷ്യരൂപവും കണ്ടെത്തി. 24 ജോഡി കാൽപാദങ്ങളും ഒരു മനുഷ്യരൂപവുമാണ് പാറയിൽ ഇരുമ്പായുധങ്ങൾ കൊണ്ട് കോറിയിട്ട നിലയിൽ കണ്ടെത്തിയത്. പനത്തടി പഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് മിനി മാസ് ലൈറ്റുകൾ സ്ഥാപിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ എംപി ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് ജില്ലാ സീനിയർ ബോൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് തൃക്കരിപ്പൂരിൽ സമാപിച്ചു. സമാപന ചടങ്ങിൽ ബോൾ ബാഡ്മിന്റൺ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ മധുസൂദനൻ സമ്മാനദാനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. മഞ്ചേശ്വരം വോർക്കാടിയിൽ പ്ലൈവുഡ് ഫാക്ടറിയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ വൻ നാശനഷ്ടം. കോടിക്കണക്കിന് രൂപയുടെ വസ്തുക്കൾ കത്തി നശിച്ചതായാണ് വിവരം. വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്നാണ് തീപിടുത്തമുണ്ടായതെന്നാണ് സംശയിക്കുന്നത്. മഞ്ചേശ്വരം വോർക്കാടിയിൽ പ്ലൈവുഡ് ഫാക്ടറിയിലുണ്ടായ തീപിടുത്തത്തിൽ വൻ നാശനഷ്ടം. വെള്ളിയാഴ്ച രാത്രിയിലാണ് സംഭവമുണ്ടായത്. സംഭവത്തിൽ കോടിക്കണക്കിന് രൂപയുടെ വസ്തുക്കൾ കത്തി നശിച്ചതായാണ് വിവരം. ഇതിന്റെ കണക്കുകൾ ശേഖരിച്ചു വരുന്നുണ്ട്. വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്നാണ് തീപിടുത്തമുണ്ടായതെന്ന് സംശയിക്കുന്നു. മഞ്ചേശ്വരം സ്വദേശി ഫാറൂഖിന്റെ ഉടമസ്ഥതയിലുള്ള പ്ലൈവുഡ് ഫാക്ടറിയിലാണ് തീപിടുത്തമുണ്ടായത്. മരമില്ലിനോട് ചേർന്നാണ് ഫാക്ടറി പ്രവർത്തിച്ചു വരുന്നത്. തീപിടുത്തത്തിൽ ഫാക്ടറിയുടെ ഭൂരിഭാഗവും കത്തി നശിച്ചിട്ടുണ്ട്. തീ പടരുന്നത് കണ്ട് സമീപത്തെ ക്വാർട്ടേഴ്സിൽ താമസിക്കുകയായിരുന്ന തൊഴിലാളികളാണ് ഉടമയെയും അഗ്നിരക്ഷാസേനയെയും അറിയിച്ചത്. വിവരമറിഞ്ഞ് ഉപ്പളയിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തിയെങ്കിലും തീ നിയന്ത്രിക്കാൻ സാധിക്കാതെ വന്നതോടെ ഉപ്പള, കാഞ്ഞങ്ങാട്, കുറ്റിക്കോൽ സ്റ്റേഷനുകളിൽ നിന്നുൾപ്പെടെ 2 വീതം യൂണിറ്റുകളും കാസർഗോഡ് സ്റ്റേഷനിൽ നിന്നും 1 യൂണിറ്റും എത്തി തീ അണയ്ക്കുകയായിരുന്നു. കാസർഗോഡ് അഗ്നിരക്ഷാ നിലയത്തിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ MK രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള 7 യൂണിറ്റുകൾ സംയുക്തമായാണ് തീ അണച്ചത്. മണിക്കൂറുകളോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ അണയ്ക്കാനായത്. സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മാങ്ങാട്ടുപറമ്പ് സായുധ പോലീസ് ബറ്റാലിയനിലെ സിവിൽ പോലീസ് ഓഫീസർ കരിവെള്ളൂർ പലിയേരിക്കോവിലിലെ പി ദിവ്യശ്രീക്ക് കണ്ണീരോടെ വിട നൽകി സഹപ്രവർത്തകർ. മൃതദേഹം ചന്തേര പോലീസ് സ്റ്റേഷൻ വളപ്പിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ ആയിരങ്ങളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത്. ഭർത്താവിന്റെ അക്രമത്തിൽ കൊല്ലപ്പെട്ട സിവിൽ പോലീസ് ഓഫീസർ കരിവെള്ളൂർ പലിയേരിക്കോവിലിലെ ദിവ്യശ്രീക്ക് ചന്തേര പോലീസ് സ്റ്റേഷനിൽ സഹപ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥരും കണ്ണീരോടെ വിട നൽകി. രാവിലെ 8:30ഓടെ ചന്തേര സ്റ്റേഷനിൽ എത്തിച്ച ഭൗതിക ശരീരം കാണാൻ 100 കണക്കിന് പേർ കാത്തിരുന്നു. തുടർന്ന് പോലീസ് ഔദ്യോഗിക ബഹുമതിയോടെ യാത്രാമൊഴി നൽകി. M. രാജഗോപാലൻ MLA, കാഞ്ഞങ്ങാട് DYSP ബാബു പെരിങ്ങേത്ത്, ബേക്കൽ DYSP VV മനോജ്, ചന്തേര പോലീസ് ഇൻസ്പെക്ടർ K. പ്രശാന്ത്, ഹോസ്ദുർഗ് ഇൻസ്പെക്ടർ P. അജിത് കുമാർ, പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി CR ബിജു, പോലീസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി EV പ്രദീപൻ, കാസർഗോഡ് വിജിലൻസ് ഇൻസ്പെക്ടർ P. നാരായണൻ, ചന്തേര SI KP സതീഷ് തുടങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥരും പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP. പ്രസന്നകുമാരി, വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കളായ കരീം ചന്തേര, KV. ജനാർദ്ദനൻ, C. ബാലൻ, മാമുനി രവി, EP. പ്രകാശൻ, M. മോഹനൻ,
പി സനൽ തുടങ്ങി സമൂഹത്തിന്റെ നാനാതുറയിലുള്ള നൂറുകണക്കിന് ആളുകൾ ദിവ്യശ്രീക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. ഉർമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഹരിതചട്ടം പാലിച്ച് ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തുന്ന കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവ നഗരി മാലിന്യമുക്തമാക്കാൻ ആവശ്യമായ പച്ചോലക്കൊട്ടകൾ മെടഞ്ഞു നൽകി കുടുംബശ്രീ പ്രവർത്തകർ. പടന്ന പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ഓരിയിലാണ് ഓല മെടഞ്ഞു കൊട്ടകൾ ഉണ്ടാക്കിയത്. കലോത്സവ നഗരിയിൽ ഉണ്ടാവുന്ന ജൈവ അജൈവ മാലിന്യ ശേഖരണം ലക്ഷ്യമിട്ടാണ് 150ഓളം ഓലക്കൊട്ടകൾ മെടഞ്ഞു നൽകാൻ ഹരിതചട്ട ചുമതലക്കാർ കുടുംബശ്രീ CDSനോട് ആവശ്യപ്പെട്ടത്. 12 വേദികളിലും പരിസരങ്ങളിലും സ്ഥാപിക്കാനായി ആദ്യഘട്ടത്തിൽ 50ൽ പരം കൊട്ടകൾ തയ്യാറാക്കി കഴിഞ്ഞു. 2 ദിവസത്തിനകം ബാക്കി കൂടി തയ്യാറാക്കും. പടന്ന ഓരി വിഷ്ണുമൂർത്തി ക്ഷേത്ര പരിസരത്താണ് ഓലക്കൊട്ട മെടഞ്ഞെടുത്തത്. 50ൽ പരം കുടുംബശ്രീ പ്രവർത്തകരും തൊഴിലുറപ്പ് തൊഴിലാളികളും പങ്കെടുത്തു. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ ഓലമെടഞ്ഞ് കൊട്ട നിർമ്മാണം ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 26-ാം തീയതി തൊട്ട് ഡിസംബർ 1 വരെ നമ്മുടെ പടന്ന ഗ്രാമപഞ്ചായത്തിലെ ഉദിനൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ആതിഥ്യമരുളുന്നു. തീർച്ചയായിട്ടും 6000-ത്തിലധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ കലാമാമാങ്കത്തിന് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിനാണ് പടന്ന കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ഇന്ന് വിവിധ ഭാഗങ്ങളിൽ ഹരിത പ്രോട്ടോകോൾ പാലിക്കുന്നതിന്റെ ഭാഗമായി ഇങ്ങനെ കൊട്ടകൾ മെടയുന്നത്. C വിജയൻ അധ്യക്ഷത വഹിച്ചു. CDS അധ്യക്ഷ C റീന, TP സുഷമ, മനോജ് പിലിക്കോട്, സൂരജ് കക്കറയിൽ, K സജിത, PV പ്രകാശൻ, T ഉഷ എന്നിവർ സംസാരിച്ചു. 25-ന് വൈകുന്നേരത്തോടെ വിവിധ ഇടങ്ങളിൽ ഓലക്കൊട്ടകൾ സ്ഥാപിക്കും. ഉർമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കുപ്രസിദ്ധ മോഷ്ടാവ് മുഹമ്മദ് അഷ്റഫ് പിടിയിലായതോടെ മഞ്ചേശ്വരത്തെ നിരവധി കവർച്ചാ കേസുകളുടെ ചുരുളഴിയുന്നു. കേരളത്തിനു പുറമെ കർണാടകയിലും നിരവധി മോഷണ കേസുകളിലെ പിടികിട്ട പുള്ളിയാണ് അഷ്റഫ്. വിവിധ കവർച്ചാ കേസുകൾ അന്വേഷണം നടന്നു വരവെയാണ് മലപ്പുറം അമരമ്പലത്ത് വെച്ച് ഇയാൾ പോലീസ് പിടിയിലായത്. നിരവധി കവർച്ചാ കേസുകൾ നടത്തുകയും പഴുതുകൾ അടച്ച് മുങ്ങുകയും ചെയ്യുന്ന മുഹമ്മദ് അഷ്റഫ് പോലീസിന് വലിയ തലവേദനയാണ് സൃഷ്ടിക്കാറുള്ളത്. ഒരു സ്ഥലം കണ്ടെത്തുകയും അവിടം കേന്ദ്രീകരിച്ച് കവർച്ചകൾ നടത്തുകയുമാണ് കർണാടകയിലെ പുത്തൂർ ചിക്കമംഗളൂരു പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മേൽവിലാസക്കാരനായ ഇയാളുടെ രീതി. 2 ആഴ്ച മുൻപ് മഞ്ചേശ്വരത്തെ വൊർക്കാടി ഗ്രാമത്തിൽ നിരവധി കടകളിലും ആരാധനാലയങ്ങളിലും തുടർച്ചയായി മോഷണങ്ങൾ നടന്നിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കവർച്ചകൾക്ക് പിന്നിൽ മുഹമ്മദ് അഷ്റഫ് എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. കർണാടകയിലും കേരളത്തിലും ഇത്തരം നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ അഷ്റഫിനെ പിടികൂടുവാൻ തന്നെ പോലീസ് തീരുമാനിക്കുകയും ജില്ലാ പോലീസ് മേധാവി പ്രത്യേകം ക്രൈം സ്ക്വാഡ് രൂപീകരിക്കുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കാസർഗോഡ് DYSP CK സുനിൽകുമാറിന്റെ മേൽനോട്ടത്തിൽ നടത്തിയ അന്വേഷണത്തിൽ മലപ്പുറം അമരമ്പലത്ത് വെച്ചാണ് അഷ്റഫ് പിടിയിലായത്. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിലെയും കർണാടകയിലെയും പല കവർച്ചാ കേസുകളും പ്രതി പിടിയിലായതോടെ തെളിയിക്കുവാൻ കഴിഞ്ഞതായി പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഭിന്നശേഷി മേഖലയിലെ മികച്ച പ്രവർത്തനത്തിന് കാസർഗോഡ് ജില്ലാ ഭരണ സംവിധാനത്തിന് പുരസ്കാരം. എൻഡോസൾഫാൻ ദുരിതബാധിത മേഖലയിൽ ഉൾപ്പെടെ നടപ്പിലാക്കിയ വിവിധ പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം. ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദുവാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തികൾ, സ്ഥാപനങ്ങൾ എന്നിവയ്ക്കുള്ള സാമൂഹ്യനീതി വകുപ്പ് നൽകി വരുന്ന പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. മികച്ച ജില്ലാ ഭരണകൂടം 1 ലക്ഷം രൂപയാണ് അവാർഡ്. കാസർഗോഡ് ജില്ലാ ഭരണകൂടമാണ് അതിനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. എൻഡോസൾഫാൻ മേഖലയിലടക്കം നടപ്പാക്കിയിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങൾക്കാണ് നൽകിയിട്ടുള്ളത്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Vivah by Shobika Weddings. ചേലോടെ സ്വർണ്ണ
സ്വർണമഴയായി കണ്ണെഴുതി മിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുക. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം കാഞ്ഞങ്ങാട്. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോട്ടപ്പാറ കാഞ്ഞങ്ങാട്. വിദ്യാഭ്യാസ രംഗത്ത് ഉത്തര മലബാറിൽ അത്യുന്നതിയിലേക്ക് കുതിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അഫിലിയേറ്റഡ് ടു കണ്ണൂർ യൂണിവേഴ്സിറ്റി. ആധുനികവും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതുമായ മികച്ച ക്യാമ്പസ്, പരിചയസമ്പന്നരായ അധ്യാപകർ, മികച്ച ലൈബ്രറി, വാഹന സൗകര്യം എന്നിവ ഉറപ്പു നൽകുന്നു. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547977188, 8547349188. വിദഗ്ധ ഡെർമറ്റോളജിസ്റ്റുകളുടെ സേവനവുമായി ചർമ്മ സൗന്ദര്യ സംരക്ഷണത്തിനായുള്ള അതിനൂതന സാങ്കേതിക വിദ്യയോടുകൂടിയ സ്കിൻ, ഹെയർ ആൻഡ് ലേസർ സെന്റർ ഇനി കാഞ്ഞങ്ങാടിന് സ്വന്തം. നിങ്ങളുടെ ചർമ്മം, മുടി, നഖം എന്നിവയെ ബാധിക്കുന്ന എല്ലാത്തരം രോഗങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം. പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, കാഞ്ഞങ്ങാട്. ഹൈഡ്ര ഫേഷ്യൽ, മെഡി ഫേഷ്യൽ, ബോട്ടോക്സ് ഫില്ലർ, ത്രെഡ് ലിപ്സ്, സോറിയാസിസ്, വെള്ളപ്പാണ്ടിനുള്ള ചികിത്സ, മുഖക്കുരുവും കറുത്ത പാടുകളും മാറുന്നതിനുള്ള നൂതന സ്കിൻ പീലുകൾ, ഫേഷ്യൽ റെജുവിനേറ്റർ, മുഖത്തും ദേഹത്തുമുള്ള പാടുകൾക്കുള്ള ചികിത്സ, കാർബൺ പീൽ, ടാറ്റു റിമൂവൽ, മറുക്, അരിമ്പാറ, പാലുണ്ണി എന്നിവയ്ക്കുള്ള ചികിത്സ, ലേസർ ഹെയർ റിഡക്ഷൻ, മുടികൊഴിച്ചിലിനുള്ള ചികിത്സ എന്നിങ്ങനെ എല്ലാത്തരം ചികിത്സാ സൗകര്യവും ലഭ്യമായ കാസർഗോഡ് ജില്ലയിലെ ഏക സ്ഥാപനം പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, നിയർ ഭീമ ജ്വല്ലറി, കാഞ്ഞങ്ങാട്. കോൺടാക്ട് നമ്പർ 9895413028. DDC MRI ഡയഗ്നോസ്റ്റിക് സെന്റർ. ആരോഗ്യപരിപാലന രംഗത്ത് കൃത്യമായ രോഗനിർണയം ചികിത്സയോളം പ്രാധാന്യമുള്ളതാണ്. വടക്കേ മലബാറിൽ അതിനൂതന ലാബ് സൗകര്യങ്ങളോട് കൂടി അൾട്രാസൗണ്ട് സ്കാനിംഗ് സൗകര്യവും മികച്ച ഫാർമസിയും. 24 മണിക്കൂർ പ്രവർത്തന സജ്ജമായ ഉത്തര മലബാറിലെ ഏറ്റവും മികച്ച അഡ്വാൻസ്ഡ് 1.5 ടെസ്ല MRI സ്കാനിംഗ് സംവിധാനവും ഒരുക്കിയിരിക്കുന്നു. 1.5 ടെസ്ല സംവിധാനത്തിൽ സിഗ്നൽ ടു നോയിസ് അനുപാത മികവ്, വ്യക്തതയോടുകൂടിയ പരിശോധനാ ഫലം ലഭ്യമാകുന്നു. വിദഗ്ധരായ മെഡിക്കൽ ഇമേജിംഗ് ടെക്നീഷ്യന്മാരുടെ സേവനത്തോടെ ഇനി പരിശോധനകൾ കൃത്യവും എളുപ്പവുമാകട്ടെ. DDC MRI ഡയഗ്നോസ്റ്റിക് സെന്റർ, ഓപ്പോസിറ്റ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, തോയമൽ, കാഞ്ഞങ്ങാട്. ഫോൺ 8848628282. വാർത്തകൾ തുടരുന്നു. കാഞ്ഞിരപ്പൊയിലിൽ ചരിത്രാതീത കാലത്തിലെ പാദമുദ്രകളും മനുഷ്യരൂപവും കണ്ടെത്തി. 24 ജോഡി കാൽപാദങ്ങളും ഒരു മനുഷ്യരൂപവുമാണ് പാറയിൽ ഇരുമ്പായുധങ്ങൾ കൊണ്ട് കോറിയിട്ട നിലയിൽ കണ്ടെത്തിയത്. കാഞ്ഞിരപ്പൊയിലിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ മഹാശിലാ കാലഘട്ടത്തിൽ നിർമ്മിച്ചതെന്ന് കരുതുന്ന പാറയിൽ കുത്തിയെടുത്ത ചവിട്ടടയാളങ്ങൾ കണ്ടെത്തി. പ്രാദേശിക പുരാവസ്തു നിരീക്ഷകനായ സതീശൻ കാളിയാനും വ്യക്തമല്ലാത്ത ശിലാചിത്രങ്ങൾ കാണപ്പെടുന്ന വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലം സന്ദർശിച്ച പുരാവസ്തു ഗവേഷകനായ പ്രൊഫസർ അജിത് കുമാർ, ചരിത്ര ഗവേഷകനായ ഡോക്ടർ നന്ദകുമാർ കോറോത്ത് എന്നിവരാണ് പാറപ്പുറത്ത് വളർന്നു നിൽക്കുന്ന പുല്ലുകൾക്കിടയിൽ പുരാതന സംസ്കാരത്തിന്റെ വിസ്മയകരമായ തെളിവുകൾ തിരിച്ചറിഞ്ഞത്. 24 ജോഡി കാൽപാദങ്ങളും ഒരു മനുഷ്യരൂപവുമാണ് പാറയിൽ ഇരുമ്പായുധങ്ങൾ കൊണ്ട് കോറിയിട്ട നിലയിലുള്ളത്. 6, 7, 8, 9, 10 ഇഞ്ച് നീളത്തിലുള്ളതാണ് കാൽപാദങ്ങൾ എന്നത് കുട്ടികളുടെയും പ്രായമുള്ളവരുടെയും കാൽപാദങ്ങളാണ് ചിത്രീകരിച്ചത് എന്നതിന് തെളിവാണ്. കാൽപാദങ്ങൾ അവസാനിക്കുന്നിടത്ത് ഒരു മനുഷ്യരൂപവും കൊത്തിവെച്ചിട്ടുണ്ട്. മനുഷ്യരൂപത്തിന്റെ ചുറ്റിലുമായി വൃത്താകൃതിയിലുള്ള 4 കുഴികളും കാണപ്പെടുന്നുണ്ട്. പാറയിൽ കാൽപാദങ്ങൾ
ഒരു കുറച്ച് വ്യാപകമായിട്ടൊരു സ്ഥലത്ത് കാൽപാദങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. 24 പേർ കാൽപാദങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഒരു ചെറിയ മനുഷ്യരൂപവും അതിനകത്ത് കൊത്തിയതായിട്ട് കാണപ്പെട്ടിട്ടുണ്ട്. അപ്പം കാൽപാദങ്ങൾ സാധാരണഗതിയിൽ മരിച്ച ആത്മാക്കളുടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതേപോലത്തെ കാൽപാദങ്ങൾ എന്താ പറയുക ഹ്യൂമൻ രൂപങ്ങളുമായിട്ട് ഇപ്പം സൗത്ത് കാനറ ഡിസ്ട്രിക്റ്റിൽ നിന്ന് 2-3 സൈറ്റ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കിവിടെ തന്നെ അടുത്ത് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ ആര്യാറ്റിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തുനിന്നും നമുക്ക് ഈ മനുഷ്യരൂപങ്ങൾ കിട്ടിയിട്ടുണ്ട്. കാഞ്ഞിരപ്പൂരിൽ ആണ് ഈ കാൽപാദങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. അതുപോലെ ഇരിക്കുളത്തും അതുപോലുള്ള ഒറ്റയായ കാണപ്പെടുന്ന കാൽപാദങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. സാധാരണ രീതിയിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ഒന്നും തന്നെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പോൾ മടിക്കൈ പഞ്ചായത്തിലാണ് ഇത് രണ്ടും കാണപ്പെട്ടിട്ടുള്ളത്. മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വിവരമൊന്നും കിട്ടിയിട്ടില്ല. സാധാരണ രീതിയിൽ ഇപ്പോൾ നമുക്ക് കണ്ടെത്താൻ പറ്റിയതിൽ പറഞ്ഞാൽ 24 ആളുകളുടെ കാൽപാദങ്ങളാണ് കണ്ടെത്താൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. സമാനമായ ശിലാചിത്രങ്ങൾ ഉടുപ്പി ജില്ലയിലെ അവലക്കിപ്പാറയിൽ വർഷങ്ങൾക്ക് മുൻപ് കണ്ടെത്തിയിട്ടുണ്ട്. 2000-ഓളം വർഷം പഴക്കമുള്ള ശിലാചിത്രങ്ങൾ മടിക്കൈ ഗ്രാമപഞ്ചായത്തിന്റെയും കേരളത്തിന്റെയും ചരിത്രാധികാലത്തെ സംസ്കാരത്തിന്റെ നേർക്കാഴ്ചകളാണ്. തുടർന്ന് നടത്തിയ നിരീക്ഷണങ്ങളിൽ സമീപത്തുള്ള കോതോട്ടുപാറയിൽ തോരണത്തിന്റെ ആകൃതിയിലുള്ള ശിലാചിത്രവും കണ്ടെത്തി. കാസർഗോഡ് ജില്ലയിലെ എരിക്കുളം വലിയ പാറയിലെ തോരണങ്ങളും ബംഗളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്ത് കാണപ്പെടുന്ന പായുന്ന പുലിയുടെ രൂപവും ചീമേനി അരിയിട്ടപ്പാറയിലെ 2 മനുഷ്യരൂപങ്ങളും കാളകളുടെയും മറ്റ് മൃഗങ്ങളുടെയും രൂപങ്ങളും കണ്ണൂർ ജില്ലയിലെ ഏറ്റുകുടുക്കയിലെ കാളകളുടെ രൂപവും വയനാട് ജില്ലയിലെ ഇടക്കൽ ഗുഹയിൽ കാണപ്പെടുന്ന രൂപങ്ങളുമാണ് ഉത്തര കേരളത്തിൽ നിന്ന് മുൻകാലങ്ങളിൽ കണ്ടെത്തിയിട്ടുള്ള മഹാശിലാ കാലഘട്ടത്തിലേതെന്ന് കരുതുന്ന ശിലാചിത്രങ്ങൾ. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. പനത്തടി പഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP-യുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് മിനി മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. പനത്തടി പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽപ്പെട്ട പനത്തടി പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച മിനി മാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനം രാജ്മോഹൻ ഉണ്ണിത്താൻ MP നിർവഹിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലം രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരോടും സമഭാവനയോടുകൂടി പെരുമാറുന്ന ഒരു പാർലമെന്റ് അംഗമായി പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞു. ഞാൻ ജയിച്ചപ്പോൾ തന്നെ പറഞ്ഞു, കാസർഗോഡ് വോട്ടർ പട്ടികയിൽ പേരുള്ള ആർക്കും എന്നെ നേരിട്ട് വിളിക്കാം, കാണാം. അതിനൊരു ശുപാർശ കത്തും വേണ്ട, ഇടനിലക്കാരോ മധ്യസ്ഥന്മാരോ ആരെങ്കിലും ഇടപെടേണ്ട കാര്യമില്ല. നേരിട്ട് നിങ്ങൾക്ക് എന്നെ വിളിക്കാം എന്ന് ഞാൻ പറയുന്നത്. ഇപ്പോൾ 2019 5 വർഷക്കാലമുള്ള ഫണ്ടിൽ നിന്ന് ഞാൻ 279 ഹൈമാസ് മിനിമാസ് ലൈറ്റുകൾ അനുവദിച്ചിട്ടുണ്ട്. അതുകൂടാതെ 70 ലൈറ്റുകൾ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. ആ 70 ലൈറ്റുകളുടെ ഉദ്ഘാടനമാണ് ഇന്നലെയും ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് നടക്കുന്നത്. പനത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് അധ്യക്ഷത വഹിച്ചു. കുളപ്പുറം, കൂടങ്കല്ലടുക്കം, പനത്തടി, ഇരിക്കുംകല്ല, വളാന്തോട്, കാപ്പിത്തോട്ടം ജംഗ്ഷൻ, പാണത്തൂർ കമ്പിക്കാനം ജംഗ്ഷൻ, പാണത്തൂർ കാഞ്ഞിരത്തിങ്കാൽ അയ്യപ്പ ക്ഷേത്രത്തിന് മുൻവശം എന്നിവിടങ്ങളിൽ സ്ഥാപിച്ച ലൈറ്റുകളാണ് ഉദ്ഘാടനം ചെയ്തത്. കരിക്കെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N ബാലചന്ദ്രൻ നായർ, പനത്തടി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ KJ ജെയിംസ്, N വിൻസെന്റ്, KK വേണുഗോപാൽ, രാധാസുകുമാരൻ, സജനി മോൾ, സൗമ്യ മോൾ PK, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, രാജപുരം. കാസർഗോഡ് ജില്ലാ സീനിയർ ബോൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് തൃക്കരിപ്പൂരിൽ സമാപിച്ചു. സമാപന ചടങ്ങിൽ ബോൾ ബാഡ്മിന്റൺ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് K മധുസൂദനൻ സമ്മാനദാനം നിർവഹിച്ചു. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടന്ന ചാമ്പ്യൻഷിപ്പിന്റെ സീനിയർ പുരുഷ വിഭാഗത്തിൽ ഉദുമ പ്രോ MK ടീം ജേതാക്കളായി. കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീമാണ് റണ്ണേഴ്സപ്പ്. സീനിയർ വനിതകളിൽ കാഞ്ഞങ്ങാട് സ്വാമി നിത്യാനന്ദ പോളിടെക്നിക് കോളേജ് ടീം ജേതാക്കളായി. നവംബർ 28 മുതൽ ഡിസംബർ 1 വരെ ആലപ്പുഴ കലവൂരിൽ നടക്കുന്ന സംസ്ഥാന ബോൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിലേക്കുള്ള കാസർഗോഡ് ജില്ലാ ടീമിന്റെ തെരഞ്ഞെടുപ്പും നടന്നു. സമാപന ചടങ്ങിൽ ബോൾ ബാഡ്മിന്റൺ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് K മധുസൂദനൻ സമ്മാനദാനം നിർവഹിച്ചു.
പുതുമയും അതുപോലെ VHSS കുണ്ടൻകുഴിയെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം വളരെ നല്ല രീതിയിൽ കളിച്ച പുതുമയിലെ മറ്റ് ക്ലബ്ബുകളും അതുപോലെ പെരിയ പോളിടെക്നിക് കാഞ്ഞങ്ങാട് ഏകദേശം നല്ല മത്സരം തന്നെയാണ് നമുക്ക് ഇന്ന് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എല്ലാവരെയും ഇവിടെ മത്സരിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നതോടൊപ്പം ഈ വിജയികളായ കായിക താരങ്ങളെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ സമ്മാനദാന ചടങ്ങിലേക്ക്. ബോൾ ബാഡ്മിന്റൺ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി കെ അശോകൻ, ദേശീയ റഫറി റൌഫ കണ്ണൂർ, പി രതീഷ് കുമാർ, TM സിദ്ദീഖ്, KP അഭിലാഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെന്റ് കൗൺസിലിംഗ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ കരിയർ എക്സ്പോ സംഘടിപ്പിക്കും. നവംബർ 29-30 തീയതികളിൽ ബെല്ലായിസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെന്റ് കൗൺസിലിംഗ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലയിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ദിശ ഹയർ സ്റ്റഡീസ് എക്സ്പോ നവംബർ 29-30 തീയതികളിൽ ബെല്ല ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിക്കും. നൂതന കോഴ്സുകളും തൊഴിൽ മേഖലകളും ഉപരിപഠന സാധ്യതകളും പരിചയപ്പെടുത്തുന്ന കരിയർ സ്റ്റാളുകൾ, കരിയർ സെമിനാറുകൾ, വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കരിയർ മേഖലയിലൂന്നിയ ഗവേഷണ പ്രബന്ധങ്ങൾ, കേഡാറ്റ് അഭിരുചി നിർണയ പരീക്ഷ എന്നിവ ദിശയുടെ ഭാഗമായി സംഘടിപ്പിക്കും. സ്വാഗത സംഘം രൂപീകരണ യോഗം കാഞ്ഞങ്ങാട് നഗരസഭ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ K. ലത ഉദ്ഘാടനം ചെയ്തു. അവരുടെ ഭാവി എന്താണെന്നൊക്കെ എഴുതാം തീരുമാനത്തിൽ. അതുപോലെ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട സ്റ്റാളുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ സെമിനാറുകളൊക്കെ ഇതിനോടനുബന്ധിച്ചൊക്കെ നടത്തുന്നുണ്ട്. 29-30 തീയതികളിലാണ് നടത്തുന്നത്. PTA പ്രസിഡന്റ് N. ഗോപി അധ്യക്ഷത വഹിച്ചു. CG ആൻഡ് AC ജില്ലാ കോർഡിനേറ്റർ K. മേസൺ പദ്ധതി വിശദീകരിച്ചു. SMC ചെയർമാൻ വിനേഷ്, മദർ PTA പ്രസിഡന്റ് രജനി, ഹയർ സെക്കൻഡറി ജില്ലാ ജോയിന്റ് കോർഡിനേറ്റർ P. മോഹനൻ എന്നിവർ സംസാരിച്ചു. ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്റർ CV അരവിന്ദാക്ഷൻ സ്വാഗതവും കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ C. പ്രവീൺ കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ TKV അനുസ്മരണവും നേതൃത്വ പരിശീലനവും സംഘടിപ്പിച്ചു. ഹോസൂർ കാർഷിക ബാങ്ക് ഹാളിൽ വൈസ് പ്രസിഡന്റ് S. രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ TKV അനുസ്മരണവും നേതൃത്വ പരിശീലനവും ഹോസ്ദുർഗ് കാർഷിക ബാങ്ക് ഹാളിൽ സംഘടിപ്പിച്ചു. AKBEF വൈസ് പ്രസിഡന്റ് S. രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അവരുടെ നിസ്വാർത്ഥമായ പ്രവർത്തനമാണ്, അവരുടെ ത്യാഗോജ്വലമായ ജീവിതമാണ്. ആ ജീവിതം അവർ പൂർണ്ണമായും സംഘടനയ്ക്ക് വേണ്ടി സമർപ്പിച്ച് മുന്നോട്ട് പോയി. ആ സമർപ്പണത്തിൻ്റെ അനന്തരഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന നമ്മുടെ തൊഴിൽ സുരക്ഷ, സേവന വേതന വ്യവസ്ഥകൾ, മറ്റ് സൗകര്യങ്ങൾ, ആനുകൂല്യങ്ങൾ എന്നിവയൊക്കെ. ABയുടെ ചരിത്രം കേവലം ബാങ്ക് ജീവനക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്തിയ ചരിത്രം മാത്രമല്ല. ABയുടെ ചരിത്രം എന്ന് പറയുന്നത് ബാങ്കുകളിൽ ഇടപാട് നടത്തുന്നവരുടെ, ബാങ്ക് നിക്ഷേപകരുടെ, ബാങ്കിനെ ആശ്രയിക്കുന്ന പൊതുജനങ്ങളുടെ ഒക്കെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു ചരിത്രമാണ്. ജില്ലാ സെക്രട്ടറി EV മോഹനൻ അധ്യക്ഷനായി. K. ചന്ദ്രഹാസ ഷെട്ടി മുഖ്യപ്രഭാഷണം നടത്തി. KV ഗംഗാധരൻ, KN അതിരഥൻ, S. ഹരിശങ്കർ, P. ലത, K. സുകുമാരൻ, K. സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ചെയർമാൻ MK ആനന്ദ് സ്വാഗതവും P. സന്തോഷ്, ജില്ലാ ചെയർമാൻ MK ആനന്ദ് സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി P. സന്തോഷ് നന്ദിയും പറഞ്ഞു. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്താ ഡോക്ടർ, എനിക്കിന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? ഓ, അതിനെന്താ, ഓഫ് കോഴ്സ്.
കാഴ്ചയ്ക്കൊപ്പം കാഴ്ചപ്പാടും മാറുന്നു. ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ. Congratulations for your timely good service. All of your good nurses. നിങ്ങളെപ്പോലെ സമർത്ഥരായ നഴ്സുമാരെയാണ് ഈ ഹോസ്പിറ്റലിന് ആവശ്യം. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി മാറ്റിയെടുത്ത് അവരെ സാന്ത്വനിപ്പിക്കാൻ മനസ്സുള്ളവരാണ് നഴ്സുമാർ. നിങ്ങൾ ഓരോരുത്തർക്കും ആ കഴിവ് ഞാൻ കാണുന്നു. നിങ്ങൾ പഠിച്ചത്, നിങ്ങളെ പഠിപ്പിച്ചത് യൂണിറ്റിയാണ്. ഞങ്ങളിപ്പോൾ അഭിമാനിക്കുന്നു, അതിലേറെ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഈ അംഗീകാരം നമ്മുടെ യൂണിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ and most modern operation theatre. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 ലൈൻസ്. മൻസൂർ ഹോസ്പിറ്റൽ. ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡിവിനിറ്റി. വിതരണ രംഗത്ത് വടക്കേ മലബാറിലെ ഏറ്റവും വലിയ ഷോറൂം മണി ഹോം നീഡ്സ്. വീട്ടമ്മമാരുടെ അഭിരുചിക്കിണങ്ങിയ വീട്ടുപകരണങ്ങളുടെ കലവറ. സ്റ്റീൽ, ഓട്, അലുമിനിയം പാത്രങ്ങൾ, മിക്സി, ഗ്രൈൻഡർ, ഓവൻ, ക്രോക്കറി, നോൺ സ്റ്റിക്. വിദഗ്ധരായ തൊഴിലാളികൾ മെനഞ്ഞെടുത്ത ലക്ഷ്മി വിളക്ക്, ഉരുളി, നിലവിളക്ക്, കിണ്ടി, ക്ഷേത്രങ്ങളിൽ ആവശ്യമായ മണികൾ, പൂജാപാത്രങ്ങൾ, വലിയ വിളക്കുകൾ, കൂടാതെ വ്യാപാരികൾ, ആരാധനാലയങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ, ഡിന്നർ സെറ്റ്, ഹോട്ടലുകൾ എന്നിവയ്ക്ക് ആവശ്യമായ വലിയ അലുമിനിയം പാത്രങ്ങളും ഗ്യാസ് സ്റ്റൗവുകളും ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്ന കാഞ്ഞങ്ങാട്ടെ ഏറ്റവും വലിയ പുതിയ സ്ഥാപനം മണി ഹോം നീഡ്സ്. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്, എന്റെ സ്വന്തം വീട്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. The master brain behind my dream. The magical bond between me and my home. D&G Furniture and Interiors, അതിനാൽ കാഞ്ഞങ്ങാട്. ആരത്? നസീമേ, ഇജ്ജ് കേറി വാ മോളെ. എല്ലാ പാപ്പക്ക് ഇത്രയും ദൂരമില്ലെല്ലാം കാണും. പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിലെ കണ്ണാടയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓ, എന്നെ ചെറുപ്പാക്കുന്നതും നിന്നെ വലുപ്പാക്കുന്നതും ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. നിങ്ങൾക്കും പോയിക്കൂടെ ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിൽ? എന്റെ സെമീറ, ഞാനിത് ഇപ്പൊ തന്നെ പോലായി. നേത്രചികിത്സാ രംഗത്ത് നൂതന സാങ്കേതികതയുമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ 10 വർഷം പൂർത്തിയാക്കുന്നു ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബിഗ് മാൾ, കാഞ്ഞങ്ങാട്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ: ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കോട്ടച്ചേരി. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, പരപ്പ. ഐ ട്രസ്റ്റ് ഒപ്റ്റിക്കൽസ്, മാണിക്കോട്. വാർത്തകൾ തുടരുന്നു. UAE 53ാം ദേശീയ ദിനം ഈദ് അൽ ഇത്തിഹാദ് KMCC വിപുലമായി ആഘോഷിക്കും. മെഗാ രക്തദാന ക്യാമ്പ് ഡിസംബർ 2-ന് ജദ്ദാഫിൽ നടക്കും. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി UAEയുടെ 53ാം ദേശീയ ദിനത്തോടനുബന്ധിച്ച് ഡിസംബർ 2-ന് മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കും. ദുബായ് ബ്ലഡ് ഡൊണേഷൻ സെന്ററിൽ കൈൻഡ്നസ് ബ്ലഡ് ഡൊണേഷൻ ടീമുമായി സഹകരിച്ചുകൊണ്ടാണ് ക്യാമ്പ്. ക്യാമ്പിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളെ പങ്കെടുപ്പിക്കുന്ന മുനിസിപ്പൽ, പഞ്ചായത്ത്, മണ്ഡലം കമ്മിറ്റികളെ പ്രശംസാപത്രം നൽകി അനുമോദിക്കും. ഡിസംബർ 1-ന് അൽ നാസർ ലൈസർലാൻഡിൽ ഈദ് ഇമാറത്ത് പരിപാടിയും സംഘടിപ്പിക്കും. യോഗത്തിൽ ദുബായ് KMCC കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സലാം കന്യാപ്പാടി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഹനീഫ് TR സ്വാഗതം പറഞ്ഞു. ജില്ലാ ഭാരവാഹികളായ CH നൂറുദ്ദീൻ, ഹസീനാർ ബീഞ്ചെടുക്ക, സുബൈർ അബ്ദുള്ള, റഫീഖ് പടന്ന, KP അബ്ബാസ്, PD നൂറുദ്ദീൻ, അഷ്റഫ് ബായാർ, സിദ്ദിഖ് ചൌക്കി, ആസിഫ് ഹൊസങ്കടി തുടങ്ങിയവർ സംബന്ധിച്ചു. ട്രഷറർ ഡോക്ടർ ഇസ്മായിൽ നന്ദിയും പറഞ്ഞു.
ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര ചലച്ചിത്രമേള സംഘടിപ്പിച്ചു. പ്രശസ്ത ഛായാഗ്രാഹകനും സംവിധായകനുമായ ഉൽപ്പൽ വി നായനാർ ഉദ്ഘാടനം ചെയ്തു. ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം, റോവേഴ്സ് ആൻഡ് റേഞ്ചേഴ്സ് യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ ഓപ്പൺ ഫ്രെയിം പയ്യന്നൂരിന്റെ സഹകരണത്തോടെ നോട്ടം 2024 എന്ന പേരിൽ ദ്വിദിന അന്താരാഷ്ട്ര ചലച്ചിത്രമേള സംഘടിപ്പിച്ചു. പ്രശസ്ത ഛായാഗ്രാഹകനും സംവിധായകനുമായ ഉൽപ്പൽ വി നായനാർ മേള ഉദ്ഘാടനം ചെയ്തു. എനിക്ക് ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് കിട്ടിയിരുന്നു ആ പടത്തിൽ, നിലാവറിയാതെ. അത് നമ്മുടെ അടുത്ത ഇതിൽ നമുക്ക് വേറെ ഉൾപ്പെടുത്താൻ പറ്റുമെന്നാണ് തോന്നുന്നത്. നിങ്ങളെല്ലാം കണ്ടിരിക്കേണ്ട പടമാണ്. ഇപ്പോഴത്തെ ജാതി വ്യവസ്ഥയെ പറ്റി പറയുന്ന ഒരു പടമാണ്. ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം. നല്ല ആർട്ടിസ്റ്റുണ്ട്, എല്ലാവരും അതൊന്ന് കാണണം, വിലയിരുത്തണം. പിന്നെ എനിക്ക് എന്താ പറഞ്ഞാൽ പെട്ടെന്ന് വിട്ടുപോകും. എന്താ പറഞ്ഞാൽ ഇത്രയും ആൾക്കാരെ കാണുമ്പോൾ നമുക്കൊരു പേടി. ക്യാമറയുടെ ബാക്കിലല്ലേ നിന്ന് വെച്ചു, മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ ഇൻട്രൊഡക്ഷൻ ഇല്ല മതി. അതുകൊണ്ട് ഭാഷയുടെ വ്യത്യാസമൊന്നും വന്നില്ല. 41 കൊല്ലമായി ഞാൻ ഇവിടെ വിട്ടുപോയി. എന്നാലും എനിക്ക് നമ്മുടെ കാസർഗോഡ് ഭാഷയെ വരുള്ളൂ. PTA പ്രസിഡന്റ് KP മോഹനൻ അധ്യക്ഷത വഹിച്ചു. SMC ചെയർമാൻ CK അഷ്റഫ്, വാർഡ് കൌൺസിലർ വന്ദന ബൽരാജ്, ചലച്ചിത്ര പ്രവർത്തകൻ VV രഞ്ജിരാജ്, പ്രധാനാധ്യാപകൻ MP രാജേഷ്, മദർ PTA പ്രസിഡന്റ് MV നൌഷീബ, PTA അംഗം M ഇക്ബാൽ, ചലച്ചിത്രമേള കൺവീനർ ഡോക്ടർ കലേഷ് മണിയാടൻ എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പാൾ ഡോക്ടർ AV സുരേഷ് ബാബു സ്വാഗതവും NSS പ്രോഗ്രാം ഓഫീസർ CK അജിത് കുമാർ നന്ദിയും പറഞ്ഞു. മേളയിൽ വെച്ച് വിവിധ ഭാഷകളിൽ നിന്നായി തിങ്കളാഴ്ച നിശ്ചയം, നൈറ്റ് ആൻഡ് ഫോഗ്, എലിസബത്ത് ഏകാദശി, പതേർ പാഞ്ചാലി, ഒക്കറൻസ് അറ്റ് ഓൾ ക്രീക്ക് ബ്രിഡ്ജ്, റെഡ് ബലൂൺ, ഒരു മനുഷ്യൻ, ചേറി ടെയിൽ, 2 കിഡ് എന്നീ ചലച്ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു. മേളയുടെ ഭാഗമായി ചലച്ചിത്രം കലയും സാങ്കേതികതയും എന്ന പേരിൽ ഓപ്പൺ ഫോറവും സംഘടിപ്പിച്ചു. ചലച്ചിത്ര പ്രവർത്തകരായ ഗിരീഷ് കുന്നുമൽ, ബിജു ചുഴലി, R നന്ദലാൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ KGCF കാസർഗോഡ് ജില്ലാ സമ്മേളനം ചൊവ്വാഴ്ച നടക്കും. കുറ്റിക്കോൽ വ്യാപാര ഭവനിൽ നടക്കുന്ന സമ്മേളനം CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം കുറ്റിക്കോൽ വ്യാപാര ഭവനിൽ CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളന ഭാഗമായി വിളംബര ജാഥ നടത്തുമെന്നും ചടങ്ങിൽ VA ബഷീർ, ഉദയൻ കുണ്ടംകുഴി, സുനിത കരിച്ചേരി എന്നിവരെ ആദരിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ഈ നവംബർ 26-ാം തീയതി കാസർഗോഡ് ജില്ലാ സമ്മേളനം കുറ്റിക്കോൽ വെച്ച് നടക്കുകയാണ്. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ ഉദുമ MLA CH കുഞ്ഞമ്പു അവരുകളാണ്. അതുപോലെ തന്നെ സംഘടനയുടെ സംസ്ഥാന നേതാക്കന്മാർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ സോഷ്യൽ സെക്യൂരിറ്റി സ്കീം, ഈ കരാർ മേഖല കേരള ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചാരിറ്റി പ്രവർത്തനമാണ് ഈ സോഷ്യൽ സെക്യൂരിറ്റി സ്കീം. ഇപ്പോൾ ഒരാൾ നമ്മുടെ സംഘടനക്കകത്ത് ഒരാൾ മരണപ്പെട്ടാൽ അവരുടെ കുടുംബത്തിന് നമ്മൾ 5 ലക്ഷം രൂപ ആ കുടുംബത്തിന് ഏൽപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 58ഓളം കുടുംബങ്ങൾക്ക് കേരളത്തിൽ 2014 തുടക്കം കുറിച്ചതാണ്. ഇപ്പോൾ 58ഓളം കുടുംബങ്ങൾക്ക് നമ്മൾ 5 ലക്ഷം രൂപ വീതം നമുക്കത് കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചികിത്സാ സഹായ ഫണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. KGCF കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് B ഷാഫി ഹാജി, സ്വാഗത സംഘം ചെയർമാൻ അരവിന്ദാക്ഷൻ K, സ്വാഗത സംഘം ജനറൽ കൺവീനർ AV ശ്രീധരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മാണിക്കോത്ത് മാണിക്യമംഗലം പുന്നക്കാൽ ഭഗവതി ക്ഷേത്ര പാട്ട് മഹോത്സവത്തിന് സമാപനമായി. വിവിധ പൂജാതി കർമ്മങ്ങൾ നടന്നു. കർണാടകയിലെ സോമേശ്വരം മുതൽ കേരളത്തിലെ ഏഴിമല വരെയുള്ള മേഖലകളിൽ കടലോരത്തും പുഴയോരത്തുമായി താമസിച്ചു വരുന്ന മുഗൈ സമുദായത്തിന്റെ ആരാധനാ കേന്ദ്രമായ മാണിക്കോത്ത് മാണിക്യമംഗലം പുന്നക്കാൽ ഭഗവതി ക്ഷേത്രത്തിലെ പാട്ട് മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനം കുറിച്ചു. പാട്ടുത്സവ ആഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്ര ചടങ്ങുകളോടൊപ്പം വിവിധ സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. പന്തൽ തിരുവായുധം എഴുന്നള്ളത്ത്, പൂജ, മരക്കലപ്പാട്ട്, എഴുന്നള്ളത്ത്, ഇളനീരാട്ടം, അന്നദാനം, കളത്തിലരിയിടൽ, മാരിക്കളത്തിലേക്ക് പുറപ്പാട് എന്നിവയും നടന്നു. അരങ്ങ് പരിക്കൽ ചടങ്ങോടുകൂടിയാണ് ഉത്സവത്തിന് പരിസമാപ്തി കുറിച്ചത്.
ആചാരത്തനിമയോടെ നടന്ന പാട്ടോത്സവ ആഘോഷ പരിപാടികളിൽ സംബന്ധിക്കാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നും നിരവധി ഭക്തജനങ്ങളാണ് മാണിക്കോത്ത് മാണിക്യമംഗലം പുന്നക്കാൽ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഞ്ചേശ്വരം വോർക്കാടിയിൽ പ്ലൈവുഡ് ഫാക്ടറിയിലുണ്ടായ തീപിടുത്തത്തിൽ വൻ നാശനഷ്ടം. കോടിക്കണക്കിന് രൂപയുടെ വസ്തുക്കൾ കത്തി നശിച്ചതായാണ് വിവരം. മാങ്ങാട്ടുപറമ്പ് സായുധ പോലീസ് ബറ്റാലിയനിലെ സിവിൽ പോലീസ് ഓഫീസർ കരിവെള്ളൂർ പലയേരിക്കോവിലിലെ പി ദിവ്യശ്രീക്ക് കണ്ണീരോടെ വിട നൽകി സഹപ്രവർത്തകർ. കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവ നഗരി മാലിന്യമുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പച്ചോലക്കൊട്ടകൾ മെടഞ്ഞു നൽകി കുടുംബശ്രീ പ്രവർത്തകർ. കുപ്രസിദ്ധ മോഷ്ടാവ് മുഹമ്മദ് അഷ്റഫ് പിടിയിലായതോടെ മഞ്ചേശ്വരത്തെ നിരവധി കവർച്ചാ കേസുകളുടെ ചുരുളഴിയുന്നു. കർണാടകയിലും നിരവധി മോഷണ കേസുകളിലെ പിടികിട്ട പുള്ളിയാണ് അഷ്റഫ്. ഭിന്നശേഷി മേഖലയിലെ മികച്ച പ്രവർത്തനത്തിന് കാസർഗോഡ് ജില്ലാ ഭരണ സംവിധാനത്തിന് പുരസ്കാരം. എൻഡോസൾഫാൻ ദുരിതബാധിത മേഖലയിൽ ഉൾപ്പെടെ നടപ്പിലാക്കിയ വിവിധ പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം. കാഞ്ഞിരപ്പൊയിലിൽ ചരിത്രാതീത കാലത്തിലെ പാദമുദ്രകളും മനുഷ്യരൂപവും കണ്ടെത്തി. 24 ജോഡി കാൽപാദങ്ങളും ഒരു മനുഷ്യരൂപവുമാണ് പാറയിൽ ഇരുമ്പായുധങ്ങൾ കൊണ്ട് കോറിയിട്ട നിലയിൽ കണ്ടെത്തിയത്. പനത്തടി പഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയുടെ അസ്ഥി വികസന ഫണ്ട് ഉപയോഗിച്ച് മിനി മാസ് ലൈറ്റുകൾ സ്ഥാപിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ എംപി ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് ജില്ലാ സീനിയർ ബോൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് തൃക്കരിപ്പൂരിൽ സമാപിച്ചു. സമാപന ചടങ്ങിൽ ബോൾ ബാഡ്മിന്റൺ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ മധുസൂദനൻ സമ്മാനദാനം നിർവഹിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.